പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നി വചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സഭയെ നിലനിർത്തുന്ന ശക്തി എന്നതിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ അത്ഭുത അഭിഷേകമായി, അത്ഭുത വിടുതലായി, അത്ഭുത സൗഖ്യമായി അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തണമേ. കർത്താവെ, മരവിച്ച ഹൃദയങ്ങൾ, മന്ദീഭവിച്ചുപോയ അന്തരാത്മാവ്, തളർന്ന ശരീരങ്ങൾ, തകർന്ന കുടുംബങ്ങൾ അത്ഭുത വിടുതൽ പ്രാപിക്കാൻ തക്കവണ്ണം ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ അവിടുന്ന് കുടുംബങ്ങളിലും വ്യക്തികളിലും വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവിൻ്റെ അത്ഭുത ശക്തി, യേശുവിൻ്റെ കൃപാവര ശക്തി സകല ജനപദങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. കർത്താവേ, കർത്താവെ, ഈ ഭൂമുഖത്തെ നവീകരിക്കണമേ. ജനപദങ്ങളെ അഭിഷേകം ചെയ്യണമേ, കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾവിക്കാരായ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ അവിടുന്ന് ഇപ്പോൾ അതിശയകരമായി വ്യാപരിച്ചു കൊണ്ടിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം,
യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭയെ നിലനിർത്തുന്ന കർത്താവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ സഭ ഈ ഭൂമിയിൽ സ്ഥാപിതമായ അന്ന് തൊട്ട് ഈ സഭയ്ക്കെതിരെ ഭരണകൂടങ്ങളും ചക്രവർത്തിമാരും രാജാക്കന്മാരും ജനനേതാക്കന്മാരും സൈന്യനിരകളും സകലരും ഒറ്റക്കെട്ടായി അണിനിരന്നിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൻ്റെ ഇടനാഴികളിലൂടെ എല്ലാ തരത്തിലുള്ള എതിർ ശക്തികളെയും പിന്നിലാക്കിക്കൊണ്ട് കർത്താവ് സഭയെ അത്ഭുതകരമായി നയിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു കർത്താവ് ഈ ഭൂമിയിൽ പിതാവിൻ്റെ ഹിതപ്രകാരം മനുഷ്യനായി അവതരിച്ച് മനുഷ്യരക്ഷയ്ക്കു വേണ്ടി പലസ്തീനായിൽ ജീവിച്ച്, യേശു കർത്താവ് പലസ്തീനായിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരാൾക്ക് പോലും ഒരു ഉപദ്രവം ചെയ്യാതെ പിതാവിൻ്റെ ഹിതമനുസരിച്ച് നിത്യരക്ഷയെ ലോകത്തെ അറിയിച്ച്, പക്ഷേ ആ യേശുവിനെതിരായി ലോകത്തിൽ സംഭവിച്ച കാര്യമെന്താണ്? അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ, ആദിമസഭ ഒരുമിച്ച് കൂടിയപ്പോൾ, വലിയ തരത്തിലുള്ള പ്രതികൂലത്തിന് നടുവിൽ വിശ്വാസികൾ ഒന്നിച്ചു കൂടിയപ്പോൾ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി. അതാണ് അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 25, 26, 27 വാക്യങ്ങളിൽ ലോകം യേശുവിനോട് എന്തു ചെയ്തു എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവദാസന്മാർ ഈ സംഭവത്തെ എങ്ങനെയാണ് ഉദ്ഘോഷിച്ചത് എന്നാണ് ആദിമ വിശ്വാസികൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. വിജാതിയർ രോഷാകുലരായത് എന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്തതും എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹേറോദോസും പന്തിയോസ് പീലാത്തോസും വിജാതിയരോടും ഇസ്രായേൽ ജനങ്ങളോടൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി. പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരും ജനപ്രമാണികളും നേതാക്കന്മാരും പുരോഹിത പ്രമുഖന്മാരും സകലരും സത്യമായും ഈ നഗരത്തിൽ, ഈ ജെറൂസലേം പട്ടണത്തിൽ ഒരുമിച്ച് കൂടി കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും യേശു മിശിഹായ്ക്കും എതിരായി ഗൂഢാലോചന നടത്തിയെന്നും അവനെ പിടിച്ച് ബന്ധിച്ചുവെന്നും അവനെ അധർമ്മികളുടെ കൈകളാൽ കുരിശിൽ തറച്ച് കൊന്നുവെന്നും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആദിമ വിശ്വാസികൾ ഉദ്ഘോഷിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ എല്ലാ ബുദ്ധിയെയും തകിടം മറിക്കുന്ന പ്രവർത്തനമാണ് ദൈവത്തിൻ്റെ അത്ഭുതജ്ഞാനം. ലോകം കുരിശിൽ തറച്ച് കൊന്ന് കല്ലറ അടക്കി പാതാളത്തിലേക്ക് താഴ്ത്തിയ കർത്താവിനെ ദൈവം അത്ഭുതകരമായി ഉയർത്തി എല്ലാ അധികാരങ്ങൾക്കും ഉപരിയായി സ്ഥാപിച്ച്, ഇന്ന് ഹേറോദോസും പോയി, പീലാത്തോസും പോയി, ജനപ്രമാണികളും ഉദ്യോഗസ്ഥരും എല്ലാവരും പോയി. യേശുവും യേശുവിൻ്റെ സഭയും ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ഉയർന്നു നിൽക്കുന്നു. ഇത് യേശുവിൻ്റെ കാലത്ത് മാത്രമല്ല, ആദിമസഭയിൽ മാത്രമല്ല, ആദ്യകാലം തൊട്ട്, അബ്രാഹത്തിൻ്റെ കാലം തൊട്ട് ദൈവം ദൈവജനത്തെ രൂപപ്പെടുത്താൻ തുടങ്ങിയ കാലഘട്ടം തൊട്ടേ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ ദൈവജനത്തിൻ്റെ ജീവിതത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യായുടെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രംഗമുണ്ട്. ദൈവത്തിൻ്റെ ജനം ദൈവഭക്തിയിലും വിശുദ്ധിയിലും ജീവിച്ചു വരികയാണ്. അവർ ഒരാൾക്ക് ഉപദ്രവം ചെയ്യാൻ പോകുന്നില്ല. അവർ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നില്ല. യൂദയാ ഭവനം ആഹാസ് രാജാവിൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ദൈവഭക്തിയിലും വളർന്നു വരികയാണ്. അപ്പോൾ സിറിയ രാജാവിന്, റസീൻ എന്ന് പറയുന്ന ദുഷ്ടനായ സിറിയ രാജാവിൻ്റെ മേൽ ദുഷ്ടാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഇസ്രായേൽ രാജാവായ പെക്ക രാജാവിൻ്റെ മേലും ഇങ്ങനെയുള്ള തിന്മയുടെ ശക്തികൾ വ്യാപരിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും കൂടെ ചേർന്ന്
കൈകോർത്ത് പിടിച്ച് സഖ്യം ചെയ്ത് വലിയ സന്നാഹത്തോടെ ഉഗ്ര കോപത്തോടെ ഈ യൂദയാ ഭവനത്തിനും യൂദാ രാജാവായ ആഹാസിനുമെതിരെ അവർ പോർവിളി മുഴക്കി ആവേശത്തോടെ മുന്നേറി. എന്തിൻ്റെ സൂക്കേടാണ് ഇവർക്ക്? ഈ രാജാവ് ഒരിക്കലും അവരോട് യുദ്ധത്തിന് വെല്ലുവിളിച്ചിട്ടില്ല. ഈ രാജാവ് ഒരു കാരണവശാലും അവരെ ഉപദ്രവിക്കാൻ പോയിട്ടില്ല. ഈ ദൈവഭക്തനായ രാജാവ് അവനവൻ്റെ രാജ്യത്തിലെ കാര്യം നോക്കി വിശുദ്ധിയോടും വിശ്വാസത്തോടും ദൈവകൃപയിൽ ആശ്രയിച്ചും ജീവിച്ചു വരവേ സമീപ രാജ്യങ്ങളായ സിറിയയും ഇസ്രായേലും ചേർന്ന് വർദ്ധിത ക്രൗര്യത്തോടെ ഈ യൂദയാ രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി അവർ ശൗര്യത്തോടെ ആക്രമിക്കാൻ വേണ്ടി വരുന്നതാണ് യെശയ്യായുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2 രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി വലിയ സൈന്യവ്യൂഹങ്ങളോടെ തങ്ങളുടെ രാജ്യത്തിനെതിരെ വരുന്നുവെന്ന് കേട്ടപ്പോൾ യൂദയാ ഭവനത്തിലെ സംഭവം എന്താണെന്ന് യെശയ്യ 7-ാം അധ്യായം അതിൽ 2-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിറിയ എഫ്രായിമിനോട് സഖ്യം ചെയ്തിരിക്കുന്നുവെന്ന് ദാവീദ് ഭവൻ അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നത് പോലെ അവൻ്റെയും ജനത്തിൻ്റെയും ഹൃദയം വിറച്ചു. അത്രമാത്രം ഒരു പേടി, അത്രമാത്രം ഒരു ഭയം ആ ജനത്തെ ഗ്രസിച്ചു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ഹൃദയം വിറച്ചു. അപ്പോൾ ദൈവം ഈ സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ ജനത്തിന് ഒരു പ്രതികൂലം ഉണ്ടായപ്പോൾ അവരുടെ ദൈവം എവിടെ എന്നത് പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ സമയത്ത് ദൈവം യെശയ്യാ പ്രവാചകനെ വിളിക്കുന്നതാണ് 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ദൈവമായ കർത്താവ് യെശയ്യായോട് അരുളി ചെയ്തു, നീ പുത്രനായ ഷയാർ-യാഷൂബുമൊത്ത് ചെന്ന് അലക്കുകാരൻ്റെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിൻ്റെ അറ്റത്ത് വെച്ച് ആഹാബിനെ കണ്ട് ഇപ്രകാരം പറയുക. ഈ ആഹാബ് രാജാവ് എവിടെയാണ് നിൽക്കണമെന്ന് കൃത്യം ദൈവം ഈ യെശയ്യാ പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ദൈവ പൈതൽ, ഒരു ദൈവിക സമൂഹം ഒരു പ്രതികൂലത്തെ അഭിമുഖീകരിക്കുമ്പോൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം ആ ജനത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ ജനത്തെ പ്രത്യേകം ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. കഷ്ടതകൾക്കും ക്ലേശങ്ങൾക്കും ദൈവത്തിൻ്റെ നിശ്ചിത സമയത്ത് ദൈവത്തിൻ്റെ ജനത്തെയും ദൈവത്തിൻ്റെ സഭയെയും വിട്ടുകൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദാസനെ വിട്ടുകൊടുക്കുമ്പോൾ, യേശുവിനെ നിശ്ചിത പദ്ധതി പ്രകാരം ദൈവം പീഡാസഹനത്തിന് വിട്ടുകൊടുത്തതുപോലെ യേശുവിൻ്റെ തുടർച്ചയായ സഭയെ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതി പ്രകാരം പാടുപീഡകൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഈ സഭയുടെ ഓരോ മക്കളെയും ദൈവം കൃത്യമായി അറിയുന്നുണ്ട്. ഇതാ ആഹാബ് ഇന്ന സ്ഥലത്ത് ഇന്ന പോയിന്റിൽ നിൽപ്പുണ്ട് എന്ന് ദൈവം കൃത്യമായി യെശയ്യായ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നീ ആ മേൽക്കളത്തിൽ ചെന്ന് നീർച്ചാലിനരികെ അറ്റത്ത് വെച്ച് നീ ആഹാസിനെ കാണും. അപ്പോൾ നീ ആഹാസിനോട് പറയുക. ഇതാണ് ആഹാസിനോട് പറയാനുള്ള സന്ദേശം. ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക. ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടണ്ട. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 2 തീക്കൊള്ളി നിമിത്തം റസീൻ്റെയും സിറിയായുടെയും റമാലിയായുടെ പുത്രൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. അപ്പോൾ റസീനെയും പെക്കായെയും സിറിയായെ ഇസ്രായേലിനെയും ദൈവം വിശേഷിപ്പിക്കുന്നത് എന്താണ്? പുകഞ്ഞുകൊണ്ടിരിക്കുന്ന 2 തീക്കൊള്ളികൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവജനത്തോട് പ്രവാചകൻ വഴി ദൈവം പറയുകയാണ്, ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന 2 തീക്കൊള്ളികളെ കണ്ട് നീ ഭയപ്പെടരുത്. നിന്റെ ഹൃദയം കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നത് പോലെ ഇളകരുത്. നീ ഭയപ്പെടരുത്, നീ ഉറച്ചു നിൽക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം എന്താ? ഞാൻ നിന്നെ അറിയുന്നുണ്ട്, ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് ഇവരിൽ നിന്ന് വരുന്ന പ്രതികൂലങ്ങൾ നിസ്സാരങ്ങൾ മാത്രം. വീണ്ടും തുടർന്ന് പറയുകയാണ്, നീ അതിനെ ഭയപ്പെടുകയോ പേടിക്കുകയോ അരുത്. ആകയാൽ നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. കാരണം സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസും ഡമാസ്കസിൻ്റെ തലവൻ റസീനും ആണ്. 65 വർഷത്തിനുള്ളിൽ എഫ്രായിം ഛിന്നഭിന്നമാക്കപ്പെടും. മേലിൽ അത് ഒരു ജനതയായിരിക്കുകയില്ല.
എഫ്രായിമിൻ്റെ തലസ്ഥാനം സമരിയായും അധിപൻ റമാലിയുടെ പുത്രനായ പെക്കയുമാണ്. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ടാണ് ഇവരിൽ നിന്ന് അനർത്ഥം ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? ഈ ഇസ്രായേൽ ജനം അനർത്ഥം ഭയപ്പെടേണ്ട എന്ന് പറയാനുള്ള കാരണം യെശയ്യാ 7-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കാരണം സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസും ഡമാസ്കസിൻ്റെ അധിപൻ റസീനുമാണ്. കാരണം ഈ ഇസ്രായേലിൻ്റെ തലസ്ഥാനം സമരിയായും സമരിയായുടെ അധിപൻ പെക്കായുമാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് ദുഷ്ടത നിറഞ്ഞ രാജാക്കന്മാർ, ദൈവാത്മാവില്ലാത്ത രണ്ട് രാജാക്കന്മാർ, അകൃത്യത്തിൻ്റെ കറപുരണ്ട രണ്ട് രാജാക്കന്മാർ, അകൃത്യത്തിന് കറപുരണ്ട രണ്ട് തലസ്ഥാന പട്ടണങ്ങൾ. അവിടുന്ന് ദൈവജനത്തെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ശക്തി പുറപ്പെടുകയില്ല. അന്ധകാര ശക്തികൾക്ക്, അകൃത്യത്തിൻ്റെ ശക്തികൾക്ക്, ദുഷ്ടതയുടെ ശക്തികൾക്ക് ദൈവാത്മാവിൻ്റെ സഭയെ നശിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ജനത്തെ സമൂല നാശം വരുത്തുക സാധ്യമല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതലിനോട്, ദൈവജനത്തോട് ദൈവം പ്രവാചകൻ വഴി ആവശ്യപ്പെടുന്ന പ്രധാന ദൂത് ഇങ്ങനെയാണ്: ദൈവാത്മാവിൽ നിന്ന് ഉള്ള കാര്യങ്ങളെ മാത്രമേ ഒരു ദൈവ പൈതൽ ഭയത്തോടെ സ്വീകരിക്കേണ്ടതുള്ളൂ. ദൈവാത്മാവിൽ നിന്നല്ലാത്ത ഒന്നിനെയും ഒരു ദൈവ പൈതൽ ഭയപ്പെടരുത്. അന്ധകാരത്തിൻ്റെയോ അകൃത്യത്തിൻ്റെയോ പാപത്തിൻ്റെയോ ഉറവിടങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ജനത്തെ സമൂലമായി നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ശക്തിയും പുറപ്പെടുകയില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നീറോ, ഡൈക്ലിഷൻ തുടങ്ങിയ 10ഓളം കിരാതന്മാരായ ചക്രവർത്തിമാരുടെ കാലത്ത് അവർ ചിന്തിച്ചത് സൈന്യനിരയെ ഉപയോഗിച്ച്, ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച്, ജനനേതാക്കന്മാരെ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ഇവരുടെ മേൽ ആരോപിച്ച് ഇവരെ ഈ സാമ്രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കാം എന്നല്ലേ ആ 10 ചക്രവർത്തിമാർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് വിശ്വാസികളെ ചോര റോമ രാജ്യത്ത് ചിന്തിയപ്പോൾ ലോകത്തിൽ 2000 വർഷമായി സഭ മുഴുവനെയും നയിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ ആസ്ഥാനം തന്നെ ആ മണ്ണിൽ സ്ഥാപിക്കാൻ തക്കവണ്ണം ദൈവം അതിനെ അത്ഭുത കേന്ദ്രമായി ഉയർത്തിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമൻ ചക്രവർത്തിമാർ കടന്നുപോയി, റോമൻ സൈന്യങ്ങളും വീണുപോയി, റോമയുടെ മഹത്വവും വീണുപോയി, റോമൻ സംസ്കാരവും നശിച്ചുപോയി. പക്ഷേ സഭ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും സഭ വ്യാപിച്ചു. ലോകത്തിലെ എല്ലാ ജനപദങ്ങളിലേക്കും സഭാവിശ്വാസം കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചരിത്രത്തെ തകിടം മറിക്കുന്നവരുള്ള ദൈവത്തിൻ്റെ അത്ഭുത ജ്ഞാനം ഈ ചരിത്രത്തിൽ വ്യാപരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാർ ഒരുമിച്ച് കൂടുന്നത് എന്തിന്? ജനങ്ങൾ വ്യർത്ഥമായി വിഭാവനം ചെയ്യുന്നത് എന്തിന്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിനെതിരെ മനുഷ്യൻ്റെ ആലോചന വിലപ്പോവുകയില്ല. ദൈവത്തിനെതിരെ മനുഷ്യൻ്റെ ആലോചന വിലപ്പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുന്ന വലിയൊരു ആത്മീയ സത്യമുണ്ട്. 2 തിമോത്തിയോസ് 3:12. യേശു ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. ദൈവം തന്നെ അനന്തജ്ഞാനത്തിൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ വിശ്വാസമുള്ള ഓരോ പൈതലിനെയും ദൈവം പീഡനങ്ങൾക്ക് വിട്ടുകൊടുക്കും. അത് സഭയുടെ ഉപരി നവീകരണത്തിന് വേണ്ടി അത്രേ. പ്രൈസ് ദി ലോർഡ്. സഭയുടെ മുഖം കൂടുതൽ പ്രകാശിക്കാൻ ദൈവം തന്നെ അനന്തജ്ഞാനത്തിൽ നിശ്ചിത സമയത്ത് സഭയെയും സഭയുടെ സന്താനങ്ങളെയും പീഡനത്തിന് വിട്ടുകൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യം: ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതി അനുസരിച്ച് പലതരത്തിലുള്ള തകർച്ചകൾക്ക് വിട്ടുകൊടുക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 19-ാമത്തെ വാക്യം: എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു, അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു: കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു, അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു: ദൈവം തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം:
എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് കൈയേൽപ്പിച്ച് തന്നിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചരിത്ര സന്ധികളിൽ, വിവിധ മുഹൂർത്തങ്ങളിൽ, സഭയുടെ നിർണായക ഘട്ടങ്ങളിൽ, സഭയുടെ വളർച്ചയുടെ മുഖങ്ങളിൽ സഭയുടെ മക്കൾ പീഡനത്തിലൂടെയും ഞെരുക്കത്തിലൂടെയും വിശ്വാസ പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകണം. ഇത് ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയാണ്. ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യം എന്താണ്? തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം നമ്മൾ വെളിപ്പെടുത്തരുന്നത് എങ്ങനെയാണ്? ഈ സമയത്ത് വാശിയുടെ അരൂപിയല്ല നമ്മളെ നയിക്കേണ്ടത്. ഈ സമയത്ത് ഭയത്തിൻ്റെ അരൂപിയല്ല നമ്മളെ നയിക്കേണ്ടത്. ഈ സമയത്ത് വിദ്വേഷത്തിൻ്റെ അരൂപിയല്ല നമ്മളെ നയിക്കേണ്ടത്. ഈ സമയത്ത് വെറുപ്പിൻ്റെയും തമ്മിലുള്ള സ്പർദ്ധയുടെയും അരൂപിയല്ല നമ്മളെ നയിക്കേണ്ടത്. വെറുപ്പും സ്പർദ്ധയും അന്ധകാരവും അകൃത്യവും കലാപവും കലഹവും മനസ്സിലുള്ള പലതരത്തിലുള്ള വിരോധ ചിന്തകളും ഇതൊന്നും ദൈവത്തിൻ്റെ മക്കൾക്ക് ആയുധങ്ങളല്ല. ദൈവത്തിൻ്റെ മക്കൾ ധരിക്കേണ്ട ആയുധത്തെക്കുറിച്ച് 2 തിമോത്തിയോസ് 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നതാണ്: ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനാൽ നയിക്കപ്പെട്ട് ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ള വചനപ്രകാരം കർത്താവിന് വേണ്ടി നീ ഉജ്ജ്വലമായി സാക്ഷ്യം വഹിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ അടുത്ത കാലത്ത് അച്ഛൻ കണ്ടുമുട്ടിയ ആയിരക്കണക്കിന് വ്യക്തികളിൽ നിന്ന് അച്ഛന് കിട്ടിയൊരു ഫീഡ്ബാക്ക് ഉണ്ട്. പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ യേശുവിന് വേണ്ടി, യേശുവിനെ കുറിച്ച് പറയാനും യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനും വേണ്ടി വന്ന മരിക്കാനുമുള്ള ഒരു ആവേശം ഹൃദയത്തിൽ കത്തിജ്വലിക്കുകയാണെന്ന് ഓരോ ഇടവുകളിൽ ചെല്ലുമ്പോൾ അച്ഛൻ കണ്ടുമുട്ടുന്ന കുറേ പേരെങ്കിലും പറയണത് ഈ അടുത്ത കാലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ ഓരോ സ്ഥലങ്ങളുണ്ടാകുമ്പോൾ അത് സഭയുടെ ശക്തി കുറയ്ക്കുകയല്ല, പിന്നെയോ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ വിധം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് സഭയുടെ എല്ലാ മുക്കിലും മൂലയിലും ചെറിയ ബാലികാബാലന്മാർ മുതൽ പടുവൃദ്ധന്മാർ വരെയുള്ള വിവിധ ജീവിതാംശത്തിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുടെ ഉള്ളിൽ സഭയോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു, സഭയോടുള്ള കമ്മിറ്റ്മെൻറ്റ് കൂടുന്നു, സഭയ്ക്കോടുള്ള പ്രാർത്ഥന കൂടുന്നു, സഭയ്ക്ക് വേണ്ടി രക്തം ചിന്താൻ തക്കവണ്ണമുള്ള ആത്മീയ അഭിഷേകം അനേകം ദൈവമക്കൾ പ്രാപിച്ച് അവർ വർദ്ധിത വീര്യത്തോടെ ആദിമ സഭയിലെ വിശ്വാസികളെ പോലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയാണ് അച്ഛൻ പല ഇടവുകളിലും പല വ്യക്തികളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാവേ, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവേ, എല്ലാ മക്കളുടെ മേലും വ്യാപരിക്കണമേ. ലോകം ചിന്തിക്കുന്നത് പോലെ അല്ല ഒരു ദൈവ പൈതൽ ചിന്തിക്കേണ്ടത്. ലോകം കാണുന്നത് പോലെ അല്ല ഒരു ദൈവ പൈതൽ കാണേണ്ടത്. ലോകം അറിയുന്നത് പോലെ അല്ല ഒരു ദൈവ പൈതൽ കാര്യങ്ങളെ അറിയേണ്ടത്. ഒരു ദൈവ പൈതൽ കാര്യങ്ങളെ കാണുമ്പോൾ, ഒരു ദൈവ പൈതൽ കാര്യങ്ങളെ അറിയുമ്പോൾ, ഒരു ദൈവ പൈതൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കണ്ണുകളിലൂടെ ലോക ചരിത്രത്തെ കണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മനസ്സറിഞ്ഞ് ചിന്തിക്കണം. ഓ പരിശുദ്ധാത്മാവെ, ഇപ്പോൾ പ്രവർത്തിക്കണമേ. ആരെങ്കിലും ദുർബലരായിരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ക്ഷീണം വന്നിട്ടുണ്ടെങ്കിൽ പുതുശക്തി നിറയട്ടെ, പുതിയ അഭിഷേകം നിറയട്ടെ, പുതിയ ഉണർവ് നിറയട്ടെ, പ്രാർത്ഥന വർദ്ധിക്കട്ടെ, സ്നേഹം വർദ്ധിക്കട്ടെ, കൂട്ടായ്മ വർദ്ധിക്കട്ടെ, സഭയോട് അടുപ്പം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദിമ സഭയിൽ സഭയെ ഉണർത്തിയ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കർത്താവേ, സമീപസ്ഥരും വിദൂരസ്ഥരുമായ സഭയുടെ എല്ലാ മക്കളിലേക്കും ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും നിറയട്ടെ. ഭിന്നതയോ വെറുപ്പോ ഏതെങ്കിലും വ്യക്തികളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ സൗഖ്യപ്പെടുത്തി പുതിയ സ്നേഹത്തിൻ്റെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായം, നിങ്ങൾ കൂടിയാലോചിച്ചു കൊള്ളുക, അത് നിഷ്ഫലമായി തീരും. തീരുമാനമെടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. യെശയ്യ 8:10. പ്രൈസ് ദി ലോർഡ്.
സമീപിക്കുന്നവർക്ക് പൂർണ്ണമായ രക്ഷ നൽകാൻ അവന് കഴിവുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ യേശു കർത്താവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഈ നിമിഷങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളുടെ മേലും യേശുവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി പിതാവായ ദൈവം ഇടപെടും. രണ്ട് കരങ്ങളും യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും ഇപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹാലലുയ 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 ഹാലലുയ. കർത്താവായ ദൈവമേ, കുടുംബങ്ങളുടെ എല്ലാ അടിസ്ഥാന ദുഃഖങ്ങളിലേക്കും കടന്നു വരണമേ. അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും കോപത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും പ്രാർത്ഥനയില്ലായ്മയുടെയും ഭക്തിരാഹിത്യത്തിൻ്റെയും വിശ്വാസക്കുറവിൻ്റെയും എതിർചിന്തയുടെയും വിമത സ്വഭാവത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും വഴക്കിൻ്റെയും കലഹത്തിൻ്റെയും എല്ലാ തിന്മയുടെ അരിവുകളെ അവിടുന്ന് കുടുംബങ്ങളിൽ നിന്ന് തകർക്കണമേ കർത്താവേ. സ്ഥാപനങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന മന്ദത, മരവിപ്പ്, ദുഷ്ടാരൂപയുടെ ശല്യങ്ങൾ യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കർത്താവിൻ്റെ കൃപയുടെ അത്ഭുത അഭിഷേക ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.